പ്രതിപക്ഷത്തിലെ ഓരോ പാർട്ടികളെയും ഞെട്ടിച്ചുകൊണ്ടാണ് ഇപ്പോൾ ജാതി സെൻസസ് കേന്ദ്ര സർക്കാർ പ്രഖ്യാപിച്ചിരിക്കുന്നത്. ഈ ജാതി സെൻസസിലൂടെ കേന്ദ്ര സർക്കാരും BJPയും എന്താണ് ലക്ഷ്യമിടുന്നത്? ജാതി സെൻസസിലൂടെ ഒരു സർജിക്കൽ സ്ട്രൈക്കാണ് നടത്തിയിരിക്കുന്നത്. കോൺഗ്രസിൻ്റെയും അതുപോലെ തന്നെ ജാതി പാർട്ടികളുണ്ട്, സോഷ്യലിസ്റ്റ് സമാജ്വാദി പാർട്ടി എന്നൊക്കെ പറഞ്ഞിട്ട് സോഷ്യലിസം എന്നുള്ള പുറമെ പേരിടുകയും ജാതി രാഷ്ട്രീയം കളിക്കുകയും ചെയ്യുന്ന കുറേ പാർട്ടികൾക്ക് സർജിക്കൽ സ്ട്രൈക്കാണ്. അപ്പോൾ അവർ ഇന്ത്യ മുന്നണി എന്ന് പറയുന്ന മുന്നണിയായിട്ട് ജാതി സെൻസസ് വേണമെന്ന് ആവശ്യപ്പെട്ടതിൻ്റെ കാര്യം എന്താണെന്നറിയോ? അവർ വിചാരിച്ചത് ഈ BJP എന്ന് പറയുന്നത് ഒരിക്കലും ജാതി സെൻസസിന് തുനിയുകയില്ല. കാരണം എന്താ? RSS എന്ന് പറയുന്നത് ജാതി ചോദിക്കാത്ത പാർട്ടിയാണ്. ജാതിയില്ല അവിടെ, ഒറ്റ ഹിന്ദുവേ ഉള്ളൂ. അപ്പോൾ ജാതി പിരിഞ്ഞുള്ള ഒന്നിനും അവർ തയ്യാറാകില്ല എന്നുള്ള ഒരു വിശ്വാസത്തിൽ ആ ആവശ്യം ഉന്നയിക്കാം, ആവശ്യം ഉന്നയിച്ച് വേട്ടയാടാം, അതുവഴി ജാതി പ്രീണനം നടത്തി കുറച്ച് വോട്ടുകൾ തേടാമെന്നുള്ള കുശാഗ്രബുദ്ധിയും ദുഷ്ടബുദ്ധിയുമാണ് അവരെ ഭരിച്ചത്. ഇതാരും വിചാരിച്ചില്ല. യുദ്ധസമയത്ത് തന്നെ ഇപ്പം എല്ലാവരും വിചാരിച്ചു, അശ്വനി വൈഷ്ണവ് പത്രസമ്മേളനം നടത്തിയപ്പോൾ എല്ലാവരും വിചാരിച്ചത് ഇപ്പോൾ യുദ്ധത്തിൻ്റെ ഒരു പ്രഖ്യാപനം വരും എന്ന് വിചാരിച്ച് എഴുതാൻ കാത്തിരിക്കുകയാണ്. ആ സമയത്താണ് ജാതി സെൻസസ് നടത്താൻ തീരുമാനിച്ചു മന്ത്രിസഭാ യോഗം. ഇപ്പോൾ ഈ അസാധാരണമായിട്ടുള്ള യുദ്ധത്തിൻ്റെ അടിയന്തരാവസ്ഥ നിലനിൽക്കുന്ന ഒരു സന്ദർഭം. ജാതി സെൻസസിൻ്റെ ഗുണങ്ങളും ദോഷങ്ങളും എന്താണ്? പറയാം. അതായത് ജാതി സെൻസസ് എന്ന് പറഞ്ഞാൽ 2011 കഴിഞ്ഞ സെൻസസ് നടന്നിട്ടുള്ളത്. അതിനുശേഷം സെൻസസേ നടന്നിട്ടില്ല. അതിൽ ജാതി തിരിച്ചുള്ള ഒരു കണക്ക് ഇല്ലതാനും നമ്മൾ എടുത്തിട്ടില്ല. ജാതി തിരിച്ചുള്ള കണക്കെന്ന് പറഞ്ഞാൽ ജാതികളുണ്ട്. ഓരോ വീട്ടിൽ ചെല്ലുമ്പോഴും ഇന്ന ജാതി, നിങ്ങൾ ഏത് ജാതി എന്നൊക്കെ ചോദിക്കുന്നുണ്ട്. ജാതി ചോദിക്കാതിരിക്കുന്നില്ല, പക്ഷേ അത് വെച്ചുള്ളൊരു കണക്കെടുപ്പില്ല. അത് വെച്ചുള്ളൊരു കണക്കെടുപ്പെന്ന് പറഞ്ഞാൽ ഇവിടെ സംഭവിക്കുന്നത് എന്താണെന്ന് വെച്ചാൽ, അന്നൊന്നും ഇത്രയും ഡിജിറ്റൽ സൗകര്യങ്ങളുമില്ല. ഇപ്പോൾ ഡിജിറ്റൽ പോർട്ടൽ വഴി തന്നെ ഇവർക്ക് സംഭരിക്കാൻ കഴിയും ഇന്ത്യയിലെ ജാതികൾ. സംവരണം ഉപയോഗിച്ച് എത്ര പേർ ഉയർന്നു വന്നിട്ടുണ്ട്? 70 വർഷമായിട്ട് തുടരുന്നതല്ലേ. അതുകൊണ്ട് എന്ത് പ്രയോജനം ഉണ്ടായിട്ടുണ്ട്? ഏതൊക്കെ ജാതികളാണ് പ്രധാനമായിട്ടും അതിൻ്റെ ഗുണങ്ങൾ അനുഭവിച്ചിട്ടുള്ളത്? ചില സമുദായങ്ങൾ ചെന്ന് നോക്കുക, ആ സമുദായങ്ങളിലെ ഒരു വീട്ടിലെ മിക്ക ആളുകളും സർക്കാർ ജോലി കിട്ടിയിട്ടുള്ളതാണ്. എന്നാൽ അതിന് താഴെയുള്ള ചില ജാതികളുണ്ട്. ഇവർ പണ്ട് ഐക്യം കൽപ്പിച്ചിരുന്ന താഴ്ന്ന കീഴ്ജാതികളുണ്ട്. ആ ജാതികൾക്ക് ഒരൊറ്റ സർക്കാർ ജോലിയോലും കിട്ടിയിട്ടില്ല, വിദ്യാഭ്യാസം കിട്ടിയിട്ടില്ല. അവർ അതിദാരിദ്ര്യ മേഖലയിൽ കഴിയുക, പട്ടിണിയുണ്ട്. പിന്നെ താഴോട്ട് പോയ ജാതി എന്ന് പറയുമ്പോൾ ജാതി മാത്രമല്ല, ഗോത്രങ്ങൾ, അങ്ങേയറ്റത്തുള്ള ഗോത്രങ്ങൾ, അവരുടെ ജനസംഖ്യ ഉയരുന്നില്ല. ഇന്ത്യയിലെ ഇപ്പോൾ കാണാൻ പോകുന്ന ഒരു കാര്യം, മുസ്ലിം ജനസംഖ്യ, നമ്മൾ ഒരു റേഷ്യോ ഉണ്ട് ഇതിന്, ടോട്ടൽ ഫെർട്ടിലിറ്റി റേറ്റ് TFR അനുസരിച്ച് മറ്റെല്ലാ ക്രിസ്ത്യാനികളുടേതിനേക്കാളും അതുപോലെ തന്നെ ഹിന്ദുക്കളുടെയൊക്കെ അതിനേക്കാൾ ഇരട്ടി വേഗത്തിൽ വളരുകയാണ്. അപ്പോൾ ഒരു ഡെമോഗ്രാഫിക് എക്സ്പ്ലോഷൻ നടന്നിട്ടുണ്ട്. ജോമെട്രിക്കൽ പ്രൊപ്പോർഷൻസിൽ വളർന്നുകൊണ്ടിരിക്കുകയാണ്. ഒരുതരം പോപ്പുലേഷൻ എക്സ്പ്ലോഷൻ നടത്തിക്കൊണ്ടിരിക്കുകയാണ് ഇന്ത്യയിലെ മുസ്ലിം. അതൊരു കുഴപ്പമായിട്ട് ഞാൻ പറയുകയില്ല, അവരുടെ മതവിശ്വാസങ്ങൾക്കനുസരിച്ച്. മറ്റ് മതവിഭാഗങ്ങളുടെയൊക്കെ 2.14 താഴേക്ക് പോവുക. ഈ ജനസംഖ്യാ തിയറി അനുസരിച്ച് അങ്ങനെ താഴേക്ക് പോകുന്ന സമുദായങ്ങൾ ഏതാനും വർഷങ്ങൾക്കകം ഇല്ലാതായിത്തീരും. ക്രിസ്ത്യാനികളും ഹിന്ദുക്കളുമൊക്കെ ആ ഭീഷണി അഭിമുഖീകരിക്കുന്ന വിഭാഗങ്ങളാണ്. പ്രത്യേകിച്ച് സാറ് സൂചിപ്പിക്കും പോലെ ട്രൈബൽ വിഭാഗങ്ങൾ, ആദിവാസി വിഭാഗങ്ങൾ കേരളത്തിൽ പോലും അത്തരം പ്രതിസന്ധിയിലേക്ക് കടന്നു പോവുകയാണ്. തീർച്ചയായിട്ടും ആണല്ലോ. ചിലതൊക്കെ മൺമറഞ്ഞു കഴിഞ്ഞു. ഇന്ത്യയിൽ ഡൊമിനൻ്റ് ആയിരുന്നു. ഗോണ്ട്വാന മേഖല എന്ന് പറയുന്ന പ്രദേശത്ത് ഇവർ രാജവംശം സ്ഥാപിച്ചിരുന്നു. നമുക്കറിയാം, അവർ സ്വാതന്ത്ര്യ സമരത്തിൽ വളരെ ചടുലമായിട്ട് ഇംഗ്ലീഷുകാർക്കെതിരെ പോരാടിയിരുന്നു. അങ്ങനെയുള്ള ആൾക്കാരുണ്ട്. പക്ഷേ അവരുടെയൊക്കെ ഗോത്രങ്ങൾ തന്നെ ക്രമേണ അവരുടെ ഭാഷകൾ, ചില ഗോത്രങ്ങൾ മാത്രമല്ല ചില ഭാഷകളും അസന്തുലിതമായിട്ടുള്ള ഈ ജനസംഖ്യാ വർധനവ് കൊണ്ട് ഇല്ലാതായിത്തീരുന്നത്. എങ്ങനെയാണ് ഇത് സംഭവിക്കുന്നത്? ബാക്കിയുള്ളവരെല്ലാം തന്നെ ഈ ജനസംഖ്യ നിയന്ത്രണം ഏർപ്പെടുത്തി. അപ്പോൾ മാക്സിമം ക്രിസ്ത്യാനികളായാലും ഹിന്ദുക്കളായാലും ഭാര്യ ഭർത്താവ്, അവർക്ക് 2 കുട്ടികൾ കൂടുതൽ വേണ്ട. പലരും ഒന്നുകൊണ്ട് തൃപ്തിപ്പെടുന്നു. കാരണം വരുമാനം അത്രയൊക്കെ ഉള്ളൂ. ഇത് ഷെയർ ചെയ്ത് കഴിയുമ്പോഴാണല്ലോ ദാരിദ്ര്യം വരുന്നത്, എൻ്റെ ഡിസ്ട്രിബ്യൂഷനിൽ കുറവ് വരുന്നത്. അതേസമയം ഇപ്പോൾ ബ്രൂണൈ പോലുള്ള രാജ്യങ്ങൾ, റഷ്യ പോലുള്ള രാജ്യങ്ങൾ ജനസംഖ്യ വർദ്ധിപ്പിക്കാൻ, മാക്സിമം പ്രസവിക്കാൻ വേണ്ടി അവരുടെ വീരാംഗന എന്നാണ് റഷ്യയിൽ പറയുന്നത്, കൂടുതൽ പ്രസവിച്ചു കഴിഞ്ഞാൽ. അതിന് പ്രത്യേക അവാർഡുണ്ട്. എന്താ കാര്യം? അവിടെ ജനസംഖ്യ വളരെ കുറവും വരുമാനം വളരെ കൂടുതലുമാണ്. ബ്രൂണൈയിലും അതിസമ്പന്ന രാജ്യം, ലോകത്തിലെ ഏറ്റവും അധികം പ്രതിശീർഷ വരുമാനമുള്ള രാജ്യം ബ്രൂണൈ. ആ ബ്രൂണൈയിൽ എങ്ങനെയാണെന്ന് വെച്ചാൽ ഒരു സ്ത്രീ പ്രസവിച്ചു കഴിഞ്ഞാൽ
അതിൻ്റെ പ്രസവം നിൽക്കുന്ന സമയത്ത് സ്വാഭാവികമായിട്ട്, അതായത് മെനോപോസ് കാലഘട്ടം എത്തുന്നത് വരെ, ആർത്തവ വിരാമം വരുന്നത് വരെ പ്രസവിച്ചുകൊണ്ടേയിരിക്കണം എന്നുള്ളതാണ്. കാരണം അതിനെല്ലാം ചെലവിന് കൊടുക്കാനുള്ള സമ്പത്ത് ബ്രൂണൈ സുൽത്താനുണ്ട്. ചെറിയ രാജ്യമാണ്, ഏതാണ്ട് 85 ലക്ഷം പേര്, കേരളത്തിലെ ഒരു ജില്ലയിലുള്ള അത്രയും പേരേ ഉള്ളവരെ അവർക്കാകാം, റഷ്യക്കാകാം. പക്ഷേ ഇന്ത്യ എന്ന് പറയുന്നത് നമ്മുടെ ഈ സ്ഥലത്തിനേക്കാൾ അധികം, സ്ഥലത്തിൻ്റെ വലിപ്പം വർദ്ധിക്കുന്നില്ല, 140 കോടി ജനങ്ങൾക്കാണ് ഭക്ഷണം കൊടുക്കേണ്ട ഈ രാജ്യം. നമ്മുടെ ഉൽപ്പാദന ശേഷികളിൽ ഏറ്റവും മുമ്പിൽ നിൽക്കുന്നത് പ്രത്യുൽപാദന ശേഷിയാണ്. ആ പ്രത്യുൽപാദന ശേഷിയിൽ തന്നെ അജഗജാന്തരമുണ്ട്. ചില സമുദായങ്ങളുടെ ഇതിന് വളരെ പെട്ടെന്ന് വർദ്ധിച്ചു കൊണ്ടിരുന്നു, മറ്റേതൊക്കെ താഴോട്ട് പോയിക്കൊണ്ടേയിരിക്കുന്നു. ജനസംഖ്യ പഠനം വഴി മനസ്സിലാക്കാം. കഴിഞ്ഞ സെൻസസിൽ തന്നെ അത് പ്രതിഫലിക്കുന്നുണ്ട്. ക്രിസ്ത്യൻ സമുദായത്തിൻ്റെ കുറഞ്ഞു വരുന്നു, ഹിന്ദു സമുദായത്തിൻ്റെ കുറഞ്ഞു വരുന്നു, മറ്റേ ഇത് കൂടുന്നു. അതുപോലെ തന്നെ ശരിക്കുള്ള ന്യൂനപക്ഷങ്ങളായ ബുദ്ധമതം, ജൈനമതം, പാഴ്സി എന്നൊക്കെയുള്ള മതങ്ങളുടേത് വളരെ ഈ സെൻസസ് വന്നതിന് പിന്നാലെ തന്നെ പല ചർച്ചകൾ ഉയർന്നു വരുന്നുണ്ട്. ഈ മുസ്ലിങ്ങളുടെ സംവരണം എടുത്തു കളയണം, കാരണം അവർ ഇപ്പോൾ ന്യൂനപക്ഷ പദവിക്ക് അർഹതരായി ഇരിക്കേണ്ട യോഗ്യത ഉണ്ടോ എന്ന് സംശയമുണ്ട്. കാരണം അവരെക്കാൾ ജനസംഖ്യ കുറവാണ്. സാറ് സൂചിപ്പിച്ചതുപോലെ തന്നെ ജനസംഖ്യയിൽ പിന്നോട്ട് പോവുകയാണ്. ബുദ്ധമതമായാലും ജൈനമതമായാലും പാഴ്സി ആയാലും അവരെല്ലാം വലിയ രീതിയിൽ പിന്നോട്ട് പോകുന്നുണ്ട്. സിഖ് മതമായാലും കൃത്യമായി ന്യൂനപക്ഷ പദവി ലഭിക്കേണ്ടത് ക്രൈസ്തവർ ഉൾപ്പെടെ ഉള്ളവരാണ്. പക്ഷെ ഇപ്പോൾ 20 കോടിയിലധികം സാറ് അങ്ങനെ ജാതി സെൻസസ് വരുമ്പോൾ അറിയാൻ പറ്റും. ഈ ജാതിയിൽ ട്രൈബൽസ് ഉൾപ്പെടെ ഉള്ളവർ പിന്നോക്കം നിൽക്കുമ്പോഴാണ് 20 കോടിയിലധികം ജനസംഖ്യയുമായി ന്യൂനപക്ഷ പദവി ഉള്ള ഈ മുസ്ലിങ്ങൾ മുന്നിട്ട് നിൽക്കുന്നത്. 25 കോടിയാണ്. ഇപ്പോൾ 25 കോടിയിൽ അതിലും കൂടി കാണും. കാരണം ഈ സെൻസസ് വരുമ്പോഴേ അറിയാൻ കഴിയും. കാരണം അവരുടെ പ്രൊപ്പോർഷൻസ് വളരെ പെട്ടെന്ന് തന്നെ നമ്മുടെ ഈ അവരുടെ ടോട്ടൽ ഫെർട്ടിലിറ്റി റേറ്റ് വളരെ മുകളിലാണ്. അതെപ്പോഴും ഉയർന്നുകൊണ്ടേയിരിക്കും. പിന്നെ ഇന്ത്യയിലെ ചികിത്സാ സൗകര്യങ്ങൾ, ഈ സൗകര്യങ്ങളെല്ലാം പ്രയോജനപ്പെടും. അതുകൂടാതെ ഗവൺമെൻറ്റിൻ്റെ ന്യൂനപക്ഷ ആനുകൂല്യങ്ങൾ ഏറ്റവും ഏറിയ കുറവും നേടുന്നു അവരാണ്. എല്ലാ കാര്യത്തിലും അവർ മുന്നോട്ട്. സമ്പത്തിൻ്റെ കാര്യത്തിലും അവരൊരു വാണിജ്യമാണ് അവരുടെ പ്രധാനത. പണ്ട് തൊട്ടേ പരമ്പരാഗതമായിട്ട് ഈ വാണിജ്യത്തിൽ വളരെയധികം അഭിവൃദ്ധിപ്പെട്ടിട്ടുണ്ട്. ഇന്ത്യയുടെ അഭിമാനമാണത് തീർച്ചയായിട്ടും. ഈ ജനാധിപത്യ അന്തരീക്ഷത്തിൽ എല്ലാവിധ ഇപ്പോൾ തന്നെ മോദിയുടെ നയം തന്നെ സബ്കേ സാത്ത് എന്നുള്ളതാണല്ലോ. അപ്പോൾ അതിനകത്ത് യാതൊരുവിധ പ്രീണനമില്ലെന്ന് മാത്രമല്ല, യാതൊരുവിധ വിവേചനവുമില്ല. ആ കാര്യങ്ങളെല്ലാം ഉപയോഗിച്ചുകൊണ്ട് നന്നായിട്ട് വളരുന്നുണ്ട്. സാമ്പത്തിക ശേഷി നന്നായിട്ട് അവർക്ക് ഏറ്റവും സമ്പന്നരായിട്ടുള്ള ആൾക്കാർ ഇന്ത്യയിൽ മുസ്ലിങ്ങൾ തന്നെയാണ്. പക്ഷേ പാകിസ്ഥാൻ വിഭജിച്ച സമയത്ത് ഏറ്റവും സമ്പന്നരായ മുസ്ലിങ്ങളാണ് പാകിസ്ഥാനിലേക്ക് പോയത്. പാവപ്പെട്ട മുസ്ലിങ്ങളാണ്. അവരിപ്പോൾ നമ്മുടെ ഇന്ത്യയുടെ ജനാധിപത്യ സ്വാതന്ത്ര്യം ഉപയോഗിച്ചുകൊണ്ട് ഈ ഗവൺമെൻറ്റിൻ്റെ അഡ്മിനിസ്ട്രേറ്റീവായിട്ടുള്ള നടപടികളുകൊണ്ട് വളരെ മുന്നോക്കം പോയിരിക്കുന്നു. ഇന്ത്യയിൽ എമ്പാടും വളരെ മുന്നോക്കം പോയിരിക്കുന്നു. അഭിമാനകരമായിട്ടുള്ള ആ കാര്യം കൂടി നമുക്ക് ഇന്ന് മനസ്സിലാക്കാൻ കഴിയും. പക്ഷേ ചില സമുദായങ്ങൾ, ചില ഉപവിഭാഗങ്ങളൊക്കെ വളരെ താഴെയാണ്. ഈ സംവരണം എന്ന് പറയുന്ന ഒരു ക്രീമി ലെയറായിട്ടുള്ള ആളുകൾ മാത്രം അതിൻ്റെ ഗുണങ്ങൾ അനുഭവിച്ച് നേട്ടങ്ങൾ കൊയ്തുകൊണ്ട് സർക്കാർ ജോലികളും മറ്റുമായിട്ട് അവരുടെ പരമ്പരകൾക്കും അത് കിട്ടിക്കൊണ്ടിരിക്കുക. പക്ഷേ അതിൻ്റെ ഒരു ഗുണവും കിട്ടാത്ത ആൾക്കാർ കാശ്മീരിലൊക്കെ അങ്ങനെയുള്ള ധാരാളം ആൾക്കാരുണ്ട്. അവർക്ക് ഇപ്പോഴാണ് സംവരണം കിട്ടി തുടങ്ങിയത്. ഇതിൻ്റെയൊക്കെ കണക്കുകൾ പുറത്തു വരട്ടെ. അപ്പോൾ സംവരണം യഥാർത്ഥത്തിൽ അർഹിക്കുന്ന ആരാണെന്ന് നമുക്ക് മനസ്സിലാക്കാം. യഥാർത്ഥത്തിൽ അനുഭവിക്കുന്ന ആരാണെന്ന് നമുക്ക് മനസ്സിലാക്കാം. അതാണ് ഈ വാസ്തവത്തിൽ നമ്മുടെ ജനങ്ങൾ എന്ന് പറയുന്ന പൊതുവെ ജനങ്ങൾ ഈ കഴിഞ്ഞ 70 വർഷങ്ങളായിട്ട് അവരൊരു തരം തൊട്ടുകൂടായ്മ അനുഭവിക്കുകയായിരുന്നു. സവർണർ എന്ന് പറഞ്ഞ് അവരെ മാറ്റി നിർത്തുകയായിരുന്നു. 50% ജോലി അവർക്ക് നിഷേധിക്കുകയായിരുന്നു. അതിൻ്റെ പഠനം കൂടി വരും. അവരുടെ സാമ്പത്തിക സ്ഥിതിയുടെ പഠനം കൂടി വരും. ഇതെല്ലാം പഠിക്കണം നമ്മൾ. ആ സത്യങ്ങൾ നേരിട്ട് കാണണം. ഈ 70 വർഷമായിട്ട് ഇത്രയും അധികം കോടി രൂപ ഈ സംവരണത്തിന് വേണ്ടി ചെലവാക്കുമ്പോൾ യഥാർത്ഥത്തിൽ അത് എത്തേണ്ടവരിൽ എത്തിയിട്ടുണ്ടോ? അതിൻ്റെ ഫലമായിട്ട് വേറൊരു വിഭാഗം ആൾക്കാർക്ക് നീതി നിഷേധിക്കപ്പെടുന്നുണ്ടോ? ഇതെല്ലാം മനസ്സിലാക്കാൻ സാധിക്കും. അപ്പം ബീഹാർ തെരഞ്ഞെടുപ്പിന് തൊട്ട് മുമ്പാണ് ഇത് വരുന്നതെന്ന് പറയുന്നു. സ്വാഭാവികമായിട്ടും അടുത്ത വർഷം ഒരു സെൻസസ് വരേണ്ടതാണ്. തെരഞ്ഞെടുപ്പ് ഉണ്ടെങ്കിലും ഇല്ലെങ്കിലും ആ പ്രക്രിയയാണ് ഇപ്പോൾ നടക്കുന്നതെന്നാണ് കരുതേണ്ടത്. ഇത് എന്തായാലും ഇന്ത്യ മുന്നണിക്ക് ഏറ്റവും വലിയൊരു അടിയാണ്. ഈ പേരും പറഞ്ഞുകൊണ്ട് ഇനി ജാതി രാഷ്ട്രീയം കളിക്കാൻ ഗവൺമെൻറ് ഇനി അവരെ അനുവദിക്കുന്നില്ല. അതാണ് ഈ വലിയ കേന്ദ്ര ഗവൺമെൻറ്റിന് ശരിക്കും ഒരു വൻ വിജയമാണ്. പാകിസ്ഥാനെതിരെ നമ്മൾ നേടിയ വിജയം എന്ന് പറയുന്നത് ഇവിടെ ഒരു സാമുദായിക സൗഹാർദ്ദം നിലനിർത്താൻ കഴിഞ്ഞു. ഇപ്പോൾ നേടാൻ കഴിഞ്ഞത് ഇത് ജാതീയമായിട്ടുള്ള ഒരു ഐക്യം നിലനിർത്താൻ കഴിയുന്നു എന്നുള്ളതാണ്. അപ്പോൾ വർഗീയമായിട്ടും ജാതീയമായിട്ടും ഐക്യം നിലനിർത്തത്തക്ക ഒരു വലിയ 2 വൻ വിജയങ്ങൾ, ഒരു വെടിക്ക് 2 പക്ഷി എന്ന് പറയുന്ന പോലെ കേന്ദ്ര ഗവൺമെൻറ് നേടിയിരിക്കുന്നു. കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ ABC മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ബട്ടണും അമർത്തുക.